നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ താമര വിരിയിക്കാം എന്ന് കരുതിയ ബി.ജെ.പിക്ക് വലിയ ആശങ്കയാണ്. പലയിടത്തും താമര മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയാണ്. അത് ആരും വരുത്തിവെച്ചതല്ല, സ്വയമേധ വരുത്തിവെച്ച കുറച്ച് കാര്യങ്ങളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച സീറ്റുകൾ കിട്ടില്ല എന്നുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ പാർട്ടിയിൽ ഉണ്ടാകുന്നത്. A+ കാറ്റഗറിയിൽ ബി.ജെ.പി ഉൾപ്പെടുത്തിയ മണ്ഡലങ്ങളിൽ തിരിച്ചടി നേരിടുമെന്നുള്ള വിലയിരുത്തലുകളും ഉണ്ട്. ഈ സാധ്യതാ ലിസ്റ്റിൽ പാലക്കാട് ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലമായിരുന്നു. ബി.ജെ.പിയുടെ ഏറ്റവും ഒരു ഉറപ്പുള്ള മണ്ഡലമായിരുന്നു പാലക്കാട് കയ്യിൽ നിന്ന് പോയി. സാധ്യതാ ലിസ്റ്റിൽ പാലക്കാട്, വട്ടിയൂർക്കാവുമില്ല. ഇനി ആറന്മുള, കാട്ടാക്കട മണ്ഡലങ്ങളിലും പ്രതീക്ഷയില്ല. കാട്ടാക്കട, ആറന്മുള, വട്ടിയൂർക്കാവ്, പാലക്കാട് ഇവിടൊക്കെ ബി.ജെ.പിക്ക് വലിയൊരു പ്രതീക്ഷ ഉള്ളതായിരുന്നു. എന്തായാലും ആ മണ്ഡലങ്ങളിൽ വലിയ പ്രതീക്ഷയില്ല. ഇനി വിജയ പ്രതീക്ഷയുള്ളത് നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ മാത്രമാണ്. മൂന്നിടത്തും കടുത്ത മത്സരമെന്ന് വിലയിരുത്തലുണ്ട്. ക്രിസ്ത്യൻ ഔട്ട് റീച്ച് പാളിയെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും 10ഓളം സീറ്റിൽ ജയിക്കുമെന്നായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന് സംസ്ഥാന ഘടകം നൽകിയ ഉറപ്പ് എന്ന് പറയുന്നത്. ഞങ്ങൾ 10 സീറ്റുകൾ പിടിച്ചെടുക്കും, പക്ഷേ 86 സീറ്റൊക്കെ പിടിച്ചെടുക്കുമെന്ന് ചില സ്ഥാനാർത്ഥികളൊക്കെ പറഞ്ഞാൽ അത് വഴിയെ പറയാം. എന്നാൽ എല്ലാം പാളി തുടക്കം മുതൽ ഒടുക്കം വരെ ബി.ജെ.പി സ്ഥാനാർത്ഥികൾ കാട്ടിക്കൂട്ടിയതും ബി.ജെ.പിയുടെ നയങ്ങളും വർഗീയവാദങ്ങളും ഒക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. എന്തായാലും പ്രതീക്ഷിച്ച ഒരു വിജയം ബി.ജെ.പിക്ക് ഉണ്ടാകില്ല എന്ന ഒരു ആശങ്കയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് സ്ഥാനാർത്ഥികളുടെ ഈ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യങ്ങൾ തൊട്ട് നോക്കാം. നമുക്കറിയാം, കുറച്ച് സെലിബ്രിറ്റികളായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് ഈ പറയുന്ന 2020 ആയിട്ടുള്ളൊരു കൂട്ടുകെട്ടിൽ നിർത്തിയിരുന്നത്. അതായത് 2020 കൂട്ടുകെട്ടിൽ NDA നിർത്തിയ സ്ഥാനാർത്ഥികളായിരുന്നു അഞ്ജലി നായർ, അഖിൽ മാരാർ, ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന 3 പേരെ. എന്തായാലും ആദ്യം എടുക്കുകയാണെങ്കിൽ അഞ്ജലി നായരാണ്. അഞ്ജലി നായരെ സംബന്ധിച്ചിടത്തോളം അവരൊരു സിനിമാ നടിയാണ്. അതിലുപരി യാതൊരു തരത്തിലും അവരെ ജനങ്ങളുമായിട്ട് വലിയ ഇടപഴകി അവിടുത്തെ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു കാര്യങ്ങളൊന്നും അഞ്ജലി നായരുടെ ഭാഗത്തില്ല. കാരണം അവരൊരു നടിയാണ്, അവർ ആ ഒരു രീതിയിൽ തന്നെ പോകുന്നു. വേറെ ജനങ്ങളുമായിട്ട് സംസാരിക്കുകയോ പൊതുപ്രവർത്തനം നടത്തുക അങ്ങനെ യാതൊരു തരത്തിലുമില്ല. മാത്രമല്ല, ഈ അഞ്ജലി നായർ പറയുന്ന കാര്യങ്ങളാണ്, അതായത് പ്രചാരണ വേള വലിയ രീതിയിൽ നടത്തുകയാണ്, ബാറ്റിംഗ് ചെയ്യുകയാണ്, ഞാനൊരു വീശു എന്ന് പറയുകയാണ്. പിന്നെ സൺ കിസ്ഡ് എന്തൊക്കെയാണ് പറയുന്നത്, ചക്ക വെട്ടിക്കഴിഞ്ഞാൽ താമരയാകും, അത്രയും ബുദ്ധിയോ ഉള്ളോ എന്നതാണ് ജനങ്ങൾ തിരിച്ചറിയുന്നത്. ഇനി മറ്റൊരു എടുത്തു പറയേണ്ട കാര്യമുണ്ട്. അതായത് അവരുടെയൊക്കെ ചോദിച്ചു, ഒരു മാധ്യമ പ്രവർത്തകൻ നിങ്ങൾ ജയിച്ചാൽ എന്ത് ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കി. അവർ പറഞ്ഞ ആൻസർ എന്ന് പറയുന്ന കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം കൊണ്ടുവരും. കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ നിങ്ങൾക്ക് അറിയൂ? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂൾ കണ്ടാൽ അത് തിരിച്ചറിയാനുള്ള കഴിവുണ്ടോ എന്നതാണ്. പക്ഷേ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം, പക്ഷെ വിവരവും ബോധവും ഇല്ല എന്നത് ഇതിൽ നിന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയതാണ്. പിന്നീട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ, അത് നിങ്ങളൊക്കെ ട്രോൾ ചെയ്യല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, അത് വഴിയെ മനസ്സിലാവും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ മിനിമം ബോധമെങ്കിലും കേരളത്തിൽ എന്താണ് നടക്കുന്നത്, കേരളം എങ്ങനെയാണ് എന്ന് തിരിച്ചറിയാൻ പോലുമുള്ള ബോധം ഇല്ലേ എന്നാണ് ചോദിക്കാനുള്ളത്. കാരണം നോക്കിക്കേ, സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം കൊണ്ടുവരിക ഇതെന്നേ കൊണ്ടുവന്നതാണ്. ഇവരിപ്പോഴും അറിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. എന്തായാലും അതോടേക്കട്ടെ. രണ്ടാമത് ഇനി അഖിൽ മാരാറാണ്. ഒരു പഴയ ഇന്റർവ്യൂവിൽ അഖിൽ മാരാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇനി വേറെ എന്തിനു പോയാലും ഞാൻ ബി.ജെ.പി സ്ഥാനാർത്ഥിയായിട്ട് ഒരിക്കലും വരില്ല. ഇത് തന്നെയാണ് ബിഗ് ബോസിൽ പറഞ്ഞത്. ബിഗ് ബോസ് എന്ത് നാണം കെട്ട പരിപാടിയാണ്, ഞാൻ അവിടെ വരില്ല എന്ന് പറഞ്ഞ അതേ അഖിൽ മാരാർ തിരിച്ച് ഇതേപോലെ തന്നെ പഴയ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഞാൻ ബി.ജെ.പിയിൽ വരില്ല, ഞാൻ ബി.ജെ.പിയിൽ അങ്ങനെയാണ്. എന്നിട്ട് എന്താണ്, പാലക്കാട് കിടക്കുന്ന രമേശ് പിഷാരടിയെ പറ്റി പറയാനും തുടങ്ങി. അദ്ദേഹത്തിനെ ജനങ്ങൾക്ക് അറിയൂ, അദ്ദേഹം ഒരു സിനിമാ നടനല്ലേ, അല്ലാതെ അവിടുത്തെ ആളൊന്നും അല്ലല്ലോ. ഇത് പറയാൻ അഖിൽ മാരാർക്ക് എന്ത് യോഗ്യതയുള്ള? അഖിൽ മാരാറിനെ എങ്ങനെയാണ് ആളുകൾക്ക് അറിയുന്നത്? അഖിൽ മാരാർ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നിട്ടുണ്ടോ? ഒരു ബിഗ് ബോസിൽ നിന്ന് കുറച്ച് ജനപ്രീതി നേടി എന്നതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഈ അഖിൽ മാരാർ ഒരു പൊതുപ്രവർത്തന രംഗത്ത് വല്ലതും സജീവമായിട്ടുണ്ടോ? ഇല്ല. ഈ അഖിൽ മാരാറും അതുപോലെ തന്നെ ഒരു സെലിബ്രിറ്റിയാണ്, സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയതാണ്. പക്ഷേ അഖിൽ മാരാർ പറയുന്ന ഓരോ കാര്യങ്ങളുമാണ് ചില വീടുകളിൽ ചെന്ന് വോട്ട് ചോദിക്കാൻ നിൽക്കുമ്പോൾ അവരുമായിട്ട് തർക്കം ഉണ്ടാകുന്ന രീതിയിലൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു ഈ പറയുന്ന അഖിൽ മാരാറിന്റെ വീഡിയോ, പ്രചാരണ വേളയിലെ വീഡിയോ എന്ന് പറയുന്നത്. അവിടെ പോയി അടിയുണ്ടാക്കുകയാണ്, അവിടെ പോയി വാക്ക് തർക്കമാണ്. എന്നിട്ട് ഇതിനിടയിൽ കലാശക്കൊട്ടിനിടയിൽ LDF-ലെ സ്ഥാനാർത്ഥികളൊക്കെ എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ അവരെ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞൊരു സ്ട്രാറ്റജിയൊക്കെ കാണുന്നുണ്ട്. കാരണം അങ്ങനെ സൗഹൃദ നടത്തുകയാണ്. എനിക്കങ്ങനെ രാഷ്ട്രീയം വലിയ രീതിയിലൊന്നുമില്ല, പക്ഷെ എൻ്റെ എല്ലാ രാഷ്ട്രീയക്കാരും എൻ്റെ പ്രവർത്തകരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തകരെയും മറ്റുള്ള രാഷ്ട്രീയത്തെയും ബി.ജെ.പിയിൽ നിന്നുകൊണ്ട് കുറ്റം പറയുകയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ രമേശ് പിഷാരടിയുടെ ഒരു
വിഷയം എന്ന് പറയുന്നത്. പക്ഷെ രമേശ് പിഷാരടിയോട് ഇതൊരാൾ ചോദിച്ചു, ഇങ്ങനെ അഖിൽമാരാർ നിങ്ങളെ പറ്റി എന്തൊക്കെയോ പറയുന്നത്. അപ്പൊ ഒരു തക്കതായിട്ടുള്ള ഒരു മറുപടി കൊടുത്തു. അദ്ദേഹം പറഞ്ഞ എന്താണ്, അഖിൽമാരാർ ഇന്ന് പറഞ്ഞതിരിക്കട്ടെ, നാളെ ചിലപ്പോൾ മാറ്റി പറയും, അദ്ദേഹത്തിന്റെ സ്വഭാവം അനുസരിച്ച് അങ്ങനെയാണ്. പക്ഷെ ഒരു 10 വർഷം കഴിഞ്ഞു അത് തന്നെയാണ് പറയുന്നതെങ്കിൽ ഞാൻ തിരിച്ച് മറുപടി കൊടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിറ്റിന് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരാളാണ് ഈ അഖിൽമാരാർ. അപ്പൊ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് അതിന് ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊരു സാരമാണ് ഈ പറയുന്ന പിഷാരടി പറഞ്ഞത്. എന്തായാലും ഇനി അടുത്തത് നമുക്ക് വരാം. ഡോക്ടർ റോബിന്റെ വീഡിയോ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടത് എന്താണ് കാണിക്കുന്നത് എന്നതാണ് ചോദ്യം. കാരണം ഒരു BJP പ്രവർത്തകൻ പ്രചാരണത്തിന് വേളയിൽ ഇറങ്ങുന്നു, എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. ഡോക്ടർ റോബിനെ ഈ ബിഗ് ബോസിലല്ലാതെ അറിയാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അദ്ദേഹം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്നാണ് ജനം ചോദിക്കുന്നത്. യാതൊരു തരത്തിലുള്ള പൊതുപ്രവർത്തനങ്ങൾക്കോ അങ്ങനെയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേ ഡോക്ടർ റോബിനും ഇല്ല. കാരണം ഈ ഒരു പൊതുപ്രവർത്തന രീതിയിലോ ജനങ്ങളെ മനസ്സിലാക്കുന്ന രീതിയിലോ ഒന്നും ഇല്ലാത്ത ഒരു ഭാഗത്തു നിന്നാണ് ഈ ഒരു സെലിബ്രിറ്റി സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ഇവർ പറയുന്ന മണ്ടത്തരങ്ങളും കാണിക്കുന്ന മണ്ടത്തരങ്ങളും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ചിരിപ്പിക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ ട്രോളുകൾ വാങ്ങിക്കൂട്ടിയ സ്ഥാനാർത്ഥികൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJP സ്ഥാനാർത്ഥികളാണ്. അത് പറയാതെ വയ്യ. കാരണം എവിടെ നോക്കിയാലും ആളുകളെ ചിരിപ്പിക്കുന്ന രീതിയിലുള്ള പൊട്ടത്തരങ്ങളാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയായിരുന്നു ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വരാം, പാലക്കാടേക്ക് വരാം. പാലക്കാട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BJPയുടെ ഏറ്റവും പ്രതീക്ഷ ഉള്ള ഒരു മണ്ഡലമായിരുന്നു. അവിടെ അവസാനം കൊണ്ടുവന്ന് കലമുടക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. അതായത് ശോഭാ സുരേന്ദ്രൻ, സ്ത്രീ സുരക്ഷ, സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഒരു വനിതാ നേതാവ് എന്നതിലുപരി ഒരു ഗുണ്ടാ നേതാവായിട്ട് ശോഭാ സുരേന്ദ്രൻ മാറിയ ഒരു സാഹചര്യമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടത്. നമുക്കറിയാം, ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നിന്നിടത്തെല്ലാം വലിയ ഭൂരിപക്ഷം അവർക്കുണ്ടായിരുന്നു. അത്രത്തോളം അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരുപറ്റം സ്ത്രീകൾ അവർക്കൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ, ജനവിധി എഴുതാൻ മണിക്കൂറുകൾക്ക് മുമ്പാണ് ശോഭാ സുരേന്ദ്രൻ പാലക്കാട്ടെ കാലമുടച്ചത്. അവിടെ BJPക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം, പാലക്കാട് എന്ന് പറയുന്നത് BJPയുടെ ഒരു കോട്ടയായിട്ട് മാറിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമാണ്. അവിടെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഈ BJPയുടെ വനിതാ നേതാവ് കൊണ്ടുവന്ന് കലമുടച്ചത്. ഒന്നായി ആലോചിച്ച് നോക്കിയ കൈക്കൂലി വിഷയം, ആലപ്പുഴയിലെ നേതാവിനെതിരെ പറഞ്ഞിട്ടുള്ള ഭീഷണി സന്ദേശം, ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുകയാണ്. നിഴൽ മാത്രമല്ല, നിഴലെന്ന് പറയുന്നത് ആർക്കാണ് വിശ്വസിക്കാൻ പറ്റുക? മുല്ലപ്പൂ വെച്ച് നിഴൽ, സാരി കൊടുക്കുന്നത്, കൈക്കൂലി കൊടുക്കുന്നത്, ഇതൊക്കെ തള്ളിക്കളയാൻ കഴിയാത്തൊരു സംഭവമാണ്. അത് ജനങ്ങൾ മനസ്സിലാക്കി എന്നതാണ് ഇപ്പോൾ BJPക്ക് ഉണ്ടാകുന്ന ആശങ്ക എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കിക്കേ, ഈ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ ആലപ്പുഴ നിന്നപ്പോൾ അവർക്ക് വലിയ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. അവർക്ക് അവിടെ ഒരു പറ്റം ആളുകളെ അവരുടെ ആശയത്തിലേക്കും അവരുടെ പാർട്ടിയിലേക്കും കൊണ്ടുവരാൻ സാധിച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം BJP വളർന്നു വരിക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ആ പ്രയാസമുള്ള കാര്യമായിട്ടുള്ള സ്ഥലത്ത് നിന്നാണ് ഇന്ന് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വനിതാ നേതാവ് ഇത്രയും അധികം ആളുകളെ തന്റെ ആശയത്തിലേക്ക് അല്ലെങ്കിൽ തന്റെ പാർട്ടിയിലേക്കൊക്കെ കൊണ്ടുവന്നത്. അത് ചെറിയ കാര്യമല്ല. ആ കാര്യത്തിന്റെ ഇടയ്ക്കാണ് ഈ ശോഭാ സുരേന്ദ്രൻ മൂന്നാമതും പാലക്കാടേക്ക് പോയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 2 തവണ അവിടെ നിന്നതാണ്. ആദ്യത്തെ തവണ അവിടെ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ഒന്നും ഉണ്ടായിരുന്നെങ്കിലും രണ്ടാമത്തെ തവണ അവർക്ക് ചെറിയൊരു ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 3-ാം തവണ ചെന്നപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. അവിടുത്തെ പ്രചാരണ വേള ഉൾപ്പെടെ വലിയ ഒരു പ്രതീക്ഷ BJPക്ക് ഉണ്ടായിരുന്നു. പാലക്കാട് BJP കൊണ്ടുപോകും, BJP തൂക്കും, എന്തൊക്കെ തരത്തിലായിരുന്നു മാധ്യമങ്ങൾ പടച്ചുവിട്ടത്. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് ശോഭാ സുരേന്ദ്രൻ അതെല്ലാം തകിടം മറിച്ചു. കൈക്കൂലി വിഷയം, സാരി, പിന്നീട് വനിതാ നേതാവിനോട് പറയുന്ന സന്ദേശം, ഒരു ഗുണ്ട നേതാവ് എന്ന നിലയിൽ ശോഭാ സുരേന്ദ്രനെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു സമയങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. ഇനി അടുത്ത ന്യൂനപക്ഷ ക്രൈസ്തവ വോട്ടുകളാണ്, അതായത് BJPയെ കൈവിട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, PC ജോർജും ഷോൺ ജോർജും, അതായത് മകനും അച്ഛനും കൂടി തള്ളി വിടുകയാണ് 86 സീറ്റ് കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടുമെന്നത്. എങ്ങനെയാണ് ഇവർക്ക് ഇത്ര കോൺഫിഡൻസോടെ ഈ ഒരു ഇത്ര സീറ്റ് കിട്ടുമെന്ന് പറയാൻ കഴിയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ അവരുടെ ബുദ്ധി എത്രത്തോളമാണ് എന്നുള്ളത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇപ്പോ ക്രൈസ്തവ വോട്ടുകൾ BJPയെ പൂർണ്ണമായിട്ടും കൈവിട്ട സാഹചര്യമാണ്. എങ്ങനെ കൈവിടാതിരിക്കും? നമുക്കറിയാം, ഈ പറയുന്ന UPയിലും അല്ലെങ്കിൽ കേരളം ഒഴികെ മറ്റുള്ള സംസ്ഥാനം, കേരളം, തമിഴ്നാടും കർണാടകയൊക്കെ പിന്നെ നമുക്ക് പറയാം. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നോക്കിക്കേ, അവിടെ എത്ര ക്രിസ്ത്യൻ പള്ളികളാണ്
ഈ തച്ചുടച്ച് കളയുന്നത്, അതുപോലെ തന്നെ ഈ ക്രൈസ്തവർക്ക് നേരെ നടത്തുന്ന വർഗീയവാദങ്ങൾ, അവർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. അത് കേരളം തിരിച്ചറിഞ്ഞു, കേരളത്തിലെ ജനത തിരിച്ചറിഞ്ഞു. അതൊക്കെയാണ് ഏറ്റവും വലിയ ഒരു തിരിച്ചടി എന്ന് പറയുന്ന മറുവശം. എന്തായാലും ക്രൈസ്തവ വോട്ടുകൾ BJPക്ക് കിട്ടാൻ പോകുന്നില്ല എന്നത് നമുക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പള്ളിയിൽ പോയി അവിടെ കിരീടം വെക്കുന്നു, മാതാവിനെ കാണുന്നു, ജനങ്ങളെ കാണുന്നു, വലിയ ഭൂരിപക്ഷം തരുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് ഇതെല്ലാം തരാം, ബിഷപ്പുമാരെ കാണുന്നു, ഇതെല്ലാം നടക്കുകയാണ്. പക്ഷേ യാതൊരു തരത്തിലുള്ള മുന്നേറ്റവും ഇത്തവണ ഉണ്ടായിട്ടില്ല. ആ തവണ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു BJPക്ക്. അങ്ങനെ ക്രൈസ്തവർ ഞങ്ങളെ ചേർത്ത് പിടിക്കും, കാരണം സുരേഷ് ഗോപിയോട് നിന്നവരൊക്കെ. പക്ഷേ അന്ന് വെച്ച കിരീടം സ്വർണ്ണമല്ലെന്ന് പിന്നീട് തെളിഞ്ഞു. എന്തായാലും അത് അങ്ങനെ പോട്ടെ. ഇനി പറഞ്ഞു വരുന്നത്, ഇത്തവണ ക്രൈസ്തവർ പൂർണ്ണമായിട്ടും കൈവിട്ട സാഹചര്യമാണ്. കാരണം ഈ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന യാതൊരു തരത്തിലുള്ള ആക്രമണങ്ങളും മോദിയോ അല്ലെങ്കിൽ മോദിന്റെ സർക്കാരോ പറയുന്നില്ല എന്നതാണ് ഇവരെ ചുടിപ്പിക്കുന്നത്. എന്തായാലും ഈ PC ജോർജ് ഉൾപ്പെടെയുള്ളവരൊക്കെ നടത്തുന്ന വർഗീയവാദങ്ങള്, BJPയിൽ ഉണ്ടാകുന്ന ആശയങ്ങൾ, അല്ലെങ്കിൽ അവർ നടത്തുന്ന വർഗീയത, ആ ഒരു കാര്യം ക്രൈസ്തവരുടെ മുന്നിൽ ഏറ്റവും കൂടുതൽ ഒരു ചൊടിപ്പിച്ചൊരു കാര്യമാണ്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഞങ്ങളുടെ കൂടെ നിന്നാൽ ശരിയാകില്ല എന്നത് അവർക്ക് പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് വലിയൊരു തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആദ്യം തൊട്ട് അവസാനം വരെ കേരള രാഷ്ട്രീയത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത തിരിച്ചടിയാണ്. എവിടെ തൊട്ടാലും പണിപാളുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥാനാർത്ഥി വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന സ്ഥാനാർത്ഥികളും, ശോഭാ സുരേന്ദ്രനാണ് ഇതിനകത്തെ മെയിൻ ഘടകം എന്ന് പറയുന്നത്. അവരുൾപ്പെടെ നടത്തിയിട്ടുള്ള പ്രചാരണങ്ങളും അവരെ ചൊല്ലിയുള്ള തർക്കങ്ങളും ഈ പറയുന്ന വിവാദങ്ങളും എല്ലാമാണ് BJP ഇന്ന് ഏറ്റവും കൂടുതൽ താഴെത്തട്ടിലാക്കിയിരിക്കുന്നത്. BJPക്ക് നിയമത്ത് വലിയൊരു പ്രതീക്ഷയുണ്ടെങ്കിലും അവിടെ മന്ത്രി V ശിവൻകുട്ടിയാണ് മത്സരിക്കുന്നത്. അതുകൊണ്ടും അവിടെ BJPക്ക് ഒരു സാധ്യത ഇല്ല എന്ന് വേണം കരുതാൻ. എന്തായാലും ഈ തെരഞ്ഞെടുപ്പോടെ മനസ്സിലാകും ഈ എവിടെയൊക്കെയാണ് BJP ജയിക്കുന്നത് എന്നുള്ളത്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ പോകുന്നതനുസരിച്ച് BJPക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്നെന്ന് അവർ തന്നെ സമ്മതിക്കുകയാണ്. ഈ സ്ഥാനാർത്ഥികളുടെ കാര്യം, ഈ കൈക്കൂലി കേസ്, PC ജോർജിന്റെ വർഗീയവാദങ്ങൾ, ഇതൊക്കെയാണ് ജനങ്ങളെ ഏറ്റവും കൂടുതൽ BJPയിൽ നിന്ന് അകറ്റിയത് എന്ന് വേണം പറയാൻ.